ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു സദസ്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖുർആൻ കാലാതിവർത്തിയായ ഗ്രന്ഥം എന്ന ഒരു ഗഹനമായ വിഷയത്തിന്റെ അപഗ്രഥനമാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥമാണ്. ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നത് നിരക്ഷരനായ ഒരു വ്യക്തി പഠനാവശ്യാർത്ഥം മക്ക വിട്ട് യാത്ര ചെയ്തിട്ടില്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാഹിത്യത്തിന്റെ എല്ലാ ചേരുവകളും ഒത്തിണങ്ങി ദൈവശാസ്ത്രം, ജീവശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം തുടങ്ങി രാഷ്ട്രമീമാംസം ഉൾപ്പെടെ ജ്ഞാനാന്തർ വിജ്ഞാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ ഗ്രന്ഥം എങ്ങനെ രചിച്ചു എന്ന അന്വേഷണം മാത്രം മതി ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നതിന് തെളിവ്. 1500ഓളം വർഷങ്ങളായി ഒരു ശാസ്ത്ര സത്യത്തിനും എതിരില്ലാതെ, ഒരു വൈരുദ്ധ്യം പോലും തെളിയിക്കാനാകാതെ, കാലികമായ എന്തെങ്കിലും തിരുത്തലിനോ ചേർക്കലിനോ ആവശ്യമില്ലാതെ കാലാതിവർത്തിയായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് കൂടിയാണ്. ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നതിന് ധാരാളം തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖുർആനിന്റെ പാരായണ രീതി എന്നുള്ളത്. തികച്ചും ഹൃദ്യവും മധുരവുമായ പ്രത്യേക പാരായണ രീതിയാണ് ഖുർആനിനുള്ളത്. ഈ രീതി ഖുർആനിനെ മറ്റു മാനുഷികമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒന്നുകൂടെയാണ്. ഈ ശൈലിയിലുള്ള ഒരു ഗ്രന്ഥം ഇതുവരെ വായിക്കപ്പെട്ടിട്ടില്ല, ഇനി വായിക്കപ്പെടുകയുമില്ല. ഓരോ അക്ഷരം സുവ്യക്തമാകും വിധം ആശയങ്ങൾ സ്പഷ്ടമാക്കി ഹൃദയം തുളച്ച് കാതുകളെ കുളിരണിയിച്ച് രോമകൂപങ്ങളെ കോൾമേർക്കൊള്ളിച്ച് ഖുർആൻ വചനങ്ങൾ ഒഴുകിപ്പരക്കുമ്പോൾ ശത്രുക്കൾ പോലും അതിന്റെ മാസ്മരികതയിൽ അലിഞ്ഞു ചേർന്നതാണ് ഖുർആനിന്റെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഠിന ശത്രുവായിരുന്ന ഒരു വേള ഊരി പിടിച്ച വാളുമേന്തി നബി ശിരസ്സെടുക്കാൻ വേണ്ടി ആക്രോശിച്ചിറങ്ങിയ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം സഹോദരിയിൽ നിന്നും സൂറത്ത് തോഹയുടെ ഏതാനും വചനങ്ങൾ യാദർശികമായി കേട്ടപ്പോൾ ഹൃദയത്തിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശിയ ചരിത്രം സുപ്രസിദ്ധമാണ്. മറ്റൊരു തെളിവാണ് ഖുർആനിന്റെ പദവിന്യാസം എന്നുള്ളത്. ഖുർആനിൽ ഒരക്ഷരം പോലും വെറുതെ വിന്യസിച്ചതായിട്ട് കാണാൻ നമുക്ക് സാധ്യമാവുകയില്ല. കൃത്യമായ ലക്ഷ്യവും സൂക്ഷ്മമായ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പദവിന്യാസം വളരെ അത്ഭുതകരം തന്നെ. നിരക്ഷരനായ ഒരു വ്യക്തി ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ ഗ്രന്ഥരചന നടത്തി സാധ്യമല്ല. സൂറത്ത് അങ്കബൂത്തിലെ 48-ാമത്തെ ആയത്തിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അങ്ങ് ഇതിനു മുമ്പ് വല്ല ഗ്രന്ഥവും വായിക്കുകയോ രചിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രശ്നക്കാർക്ക് ഇത് പെയ്തുണ്ടാക്കുമായിരുന്നുവെന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുർആനിലെ ഓരോ അക്ഷരവും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതനുസരിച്ച് വഹിയ്യത്തുകാർക്ക് അറിയിച്ചതനുസരിച്ചാണ് ഖുർആനിലെ ഓരോ വചനങ്ങളും എഴുതിയിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരേ അക്ഷരം വ്യത്യസ്ത രൂപത്തിൽ എഴുതിയതിന്റെ പശ്ചാത്തലത്തിൽ പണ്ഡിതന്മാർ പഠനം നടത്തിയപ്പോൾ അതിന് പിന്നിലും പല ആശയങ്ങളുള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അക്ഷര വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇങ്ങനെ രചനാവൈഭവം പ്രകടിപ്പിക്കാനാകില്ല എന്ന് തന്നെ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് സാക്ഷിയാവുകയാണ്. സ്കൂൾ പുസ്തകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പരിഷ്കരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ കാലാകാലങ്ങളിൽ തിരുത്തലുകൾക്ക് വിധേയപ്പെടുന്നത് ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ കൊണ്ടാണ്. 4 നൂറ്റാണ്ട് മുമ്പ് രചിക്കപ്പെട്ട ഒരു മലയാള പുസ്തകം എടുത്തു നോക്കൂ. അതിൽ തിരുത്തപ്പെടേണ്ട പ്രയോഗങ്ങൾ, ആശയങ്ങൾ, ശൈലികൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അത്തരത്തിലുള്ള ഒരു ന്യൂനതയും കാണിച്ചു തരാൻ കഴിഞ്ഞു പോയ ഒരു സാഹിത്യ പണ്ഡിതനും സാധ്യമായിട്ടില്ല.
ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ്, അമാനുഷിക ഗ്രന്ഥമാണ്. ഖുർആൻ കാലാധിപത്യമായി ലോകാവസാനം വരെ ഒരു മഹാത്ഭുതമായി നിലനിൽക്കുക തന്നെ ചെയ്യും. ഖുർആനിലെ സത്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതാവലംബമായി ഉൾക്കൊള്ളാനും നാഥൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.